തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലതായിരിക്കും. പിള്ളേർക്ക് ഇഷ്ടം. ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചോക്ലേറ്റ് ബോയ് എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള നല്ല ക്യാരക്ടർ ചെയ്യാനും പുള്ളിക്ക് അറിയാം. ലയണായിട്ട് തന്നെ ഫീൽ ചെയ്യും. നമുക്ക് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. നല്ല ഹ്യൂമർ കണ്ടന്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. സൂപ്പർ ബ്രോ. 2 മണിക്കൂർ കോമഡി എന്റർടൈൻമെന്റ് ആണ്. ഫുൾ കോമഡി, ഒരു ലാഗ് ഫീൽ അങ്ങനെയൊന്നുമില്ല. 2 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. തിയേറ്റർ സിറ്റാണ് മസ്റ്റ്. കുഴപ്പമില്ല. ചാക്കോച്ചൻ നൈസാണ്. സുരാജ് ഞാറമൂട് ടിപ്പിക്കൽ സുരാജ് ഞാറമൂടാണ്. എൻ്റെ ഒരു ആക്ടിംഗ് ആണ്. പിന്നെ കണ്ടിരിക്കാം, ഫാമിലി ഓഡിയൻസിന് പറ്റിയ സിനിമ. അടിപൊളിയായിട്ടോ, കുഴപ്പമില്ല. അവസാനത്തെ ചെറിയൊരു ലാഗ് ഉണ്ട് ക്ലൈമാക്സിൻ്റെ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പടമായിരുന്നു. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. നൈസ് മൂവി. സുരാജേട്ടൻ നന്നായിട്ട് ലീഡ് ചെയ്തിട്ടുണ്ട്. ചാക്കോച്ചനും അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താൽ നല്ലതായിരിക്കും. പിള്ളേർക്ക് ഇഷ്ടപ്പെടും. OTT-യിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട്. കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ കൊള്ളാം. ചാക്കോച്ചൻ സുരാജനെല്ലാം പെർഫോമൻസ് അടിപൊളിയാണ്. സർവൈവൽ എന്നല്ല, ഒരു കോമഡി എന്റർടൈനർ ഫാമിലി. നല്ല പടമായിരുന്നു. നല്ല പടമായിരുന്നു. സുരാജിന്റെ സൂപ്പർ സാധനമായിരുന്നു. അഭിനയ സ്ഥിരം നല്ല ആള്. സ്വരാജിനെ കൂടുതൽ സ്കോർ ചെയ്ത് നിൽക്കുന്നത്. നന്നായിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. എല്ലാ രീതിയിലും നല്ലതെന്ന് പറയാം. ഒരു എന്റർടൈനറാണ്. അതുപോലെ അതിനകത്തൊരു ലവ് സ്റ്റോറി ഉണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല അഭിനേതാക്കളും. കോമഡി സൂപ്പറായിട്ടുണ്ട്. കോമഡി സൂപ്പറായിരുന്നു. നന്നായിട്ടുണ്ട്. പടം സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. കാര്യം പ്രതീക്ഷയില്ലാതെ വന്ന് നല്ലൊരു പ്രതീക്ഷ വന്ന്. പിന്നെ കുഞ്ചാക്കോവനെ ചോക്ലേറ്റ് ബോയ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ കുഞ്ചാക്കോവന് ചോക്ലേറ്റ് ബോയ് എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള നല്ല ക്യാരക്ടർ ചെയ്യാനും പുള്ളിക്ക് അറിയാം. അടിപൊളി സിനിമ കേട്ടോ. പടം കുഴപ്പമില്ല. കോമഡിയാണ്. എന്താണ്, ഒരു കോമഡി സർവൈവൽ ത്രില്ലർ, ആ മോഡലാണ്. പടം എടുത്തേക്കുന്ന രീതിയൊന്നും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ചിരിയൊക്കെ വരുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് അറ്റംപ്റ്റ്, കുഴപ്പമില്ല. രണ്ടുപേരും കട്ടായി നിൽപ്പുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം സ്കോർ ചെയ്ത ചാക്കോച്ചനാണ്. സെക്കൻഡ് ഹാഫിൽ സുരാജാണ്. പെർഫോമൻസ് ഇവർ രണ്ടുപേരും മാത്രമല്ല, രാജേഷ് മാധവനും കുഴപ്പമില്ല. ഓവറോൾ കുഴപ്പമില്ല. നമുക്ക് കണ്ടിരിക്കാം. വാച്ചബിളായിട്ടൊരു പടമാണ്, കണ്ടിരിക്കാം. നല്ല പടമായിരുന്നു. ത്രൂഔട്ട് കോമഡിയെല്ലാം നല്ലോണം വർക്കായിട്ടുണ്ട്. സുരാജ് ചേട്ടൻ്റെ കോമഡിയെല്ലാം നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല കോമഡി പടമാണ്. എല്ലാവർക്കും നന്നായി കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന പടമാണ്. ഭയങ്കര ഒരു കഥ സംഭവമൊന്നുമല്ല, പക്ഷേ എല്ലാവർക്കും എൻജോയ് ചെയ്ത് ഔട്ട് ആൻഡ് ഔട്ട് ചിരിച്ചു പോവാം. അങ്ങനെയുള്ള ഒരു കോമഡിയും ത്രില്ലറും കൂടെയാണ്. പക്ഷേ നല്ല സിനിമയായിരുന്നു. ചാക്കോച്ചനെ കൊള്ളാം, സുരാജ് കൊള്ളാം, ഗൗതംജി ശശി കൊള്ളാം. സിംഹം നന്നായിട്ട് അഭിനയിച്ച്. റോള് കുഴപ്പമില്ല, കാണാം. ഒരു